ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ഫുൾ ഉച്ചവരെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഷോപ്പിങ്ങിന്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതൊക്കെ തിരിച്ച് ഓരോ സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്യാനായിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പോകണ്ടെന്ന് വിചാരിച്ചത്, പിന്നെ എനിക്ക് പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പോലെ രാവിലെ നമ്മുടെ ചാക്കോച്ചൻ വന്ന് അപ്പാപ്പൻ്റെ മടിയിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് പുട്ടും കടലയായിരുന്നു കേട്ടോ. ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റത്. ഇന്നത്തെ പുട്ടും കടലയും ഡിവൈൻ്റെ വകയായിരുന്നു. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ ഉഷാറായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവൻ ശരിക്കും മുഖത്ത് നോക്കി പ്രതികരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കി കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 4 മാസമാണ് ചാക്കോച്ചനായിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്തോരമായി എങ്ങനെയായി എന്നൊക്കെ ചോദിച്ചു. കാരണം കുറച്ച് നേരത്തെ വന്ന കാരണം എല്ലാവരുടെയും വിചാരം ഇവന് കുറേയും കൂടി ആയി എന്നാണ്. അപ്പോൾ അവനിപ്പോൾ 4 മാസമാണ് ആയത്. അങ്ങനെ ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും കാണാനില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഈ പോർഷൻ എടുക്കാനായിട്ട്. അതെൻ്റെ മെഴുകുതിരി കണ്ടറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാക്കോച്ചനെ വലിയേട്ടൻ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പത്രാസാണ്. ചേട്ടൻ അനിയൻ്റെ അടുത്തിരിക്കുമ്പോൾ അനിയനെ അവൻ്റെ സ്വന്തമാണെന്നുള്ള ഇതാണ് എപ്പോഴും പറയും, എൻ്റെ മാത്രം ചാക്കോച്ചൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ വലിയേട്ടനായാലും കുഞ്ഞേട്ടനായാലും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ പാച്ചു എണീറ്റ് വന്നു. അപ്പാപ്പൻ്റെ മടിയിൽ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ വരിക. അവിടെ വന്ന് ചാക്കോച്ചനെ കൊഞ്ചിച്ച് തുടങ്ങി. അങ്ങനെ 2 ചേട്ടന്മാരുടെയും പൊന്നോമനയായിട്ട് ചാക്കോച്ചൻ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ശരിക്ക് പാച്ചു ചാക്കോച്ചനെ കണ്ടമുഖത്തെ വെച്ചിരുന്നില്ല പ്രസവിച്ച സമയത്തൊക്കെ. അപ്പം ഞങ്ങൾ എന്താണാവുമെന്ന് വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ഡിവൈനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടെ കുട്ടീനെ കണ്ടപ്പോഴത്തെ ആ ഒരു വിഷമമെന്ന്. ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഈ സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടം, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലൊക്കെയാണ്. അപ്പോൾ ഡിമ്പിൾ പറയണേക്കാം അവിടെ വീട്ടിൽ പനക്കൽ പോയാലും ഒരു പാവേന എടുത്തിട്ട് അതിന് ഡൈപ്പർ ഇടിക്കൽ, അതിന് ഡ്രസ്സ് ഇടിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മൂപ്പർക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അവരെ അങ്ങോട്ട് മാറ്റി. കാരണം ഇവൻ ചെറുതല്ലേ, ഇവനറിയില്ലല്ലോ. അപ്പം അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ചാക്കോച്ചനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഡിവൈൻ തോമൂനെയും കൊണ്ട് നമ്മുടെ ബബിൾസിലേക്ക് പോയി. ഡിംപിള് മോനെയും കൊണ്ട് പതിവ് പോലെ ഡാഡിയുടെ കൂടെ പോയി. അങ്ങനെ 2 കൂട്ടരും പോയി. അടക്കളതേ ഇങ്ങനെ കിടക്കണേ. അപ്പോൾ എല്ലാതും കഴുകി വെച്ചിട്ടാണ് ഡിവൈൻ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചു. മണി 11:15 ഞാനും ചാക്കോച്ചനും മാത്രമായിട്ടുള്ള കുറേ സമയം. ഡാഡിയും അതേ പുറത്ത് പോയേക്കായിരുന്നു. ഡാഡി ഡിംപിളിനെ കൊച്ചിനെയും കൂടിയിട്ട് അവിടെ ആക്കിയിട്ട് ഡാഡിയുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ഡിംപിളിനെയും കൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിവൈൻ എനിക്ക് തോന്നുന്നു ഒരു 1/2-3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോകുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചാക്കോച്ചന് പാട്ട് വെച്ച് കളിപ്പിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ റോസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും റോസ് എന്ന് പറഞ്ഞാൽ അറിയാം. റോസയുടെ പാട്ടിൻ്റെ മാത്രമായിട്ടൊരു ചാനലുണ്ട്, റോസ് അമൽ ആലപ്പാട്ട് എന്ന് പറഞ്ഞിട്ട്. മറ്റേ ചാനൽ എന്ന് പറഞ്ഞാൽ ARA വൈബ്സാണ്. അപ്പോൾ ഇന്ന് ആ ചാനലിൽ ഒരു പുതിയ പാട്ടിട്ടപ്പോൾ എനിക്ക് അവൾ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു റോസ. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത സമയത്ത് അത് കേട്ടിട്ടുള്ള ചിരിയാണ് ചാക്കോച്ചൻ്റെ കേട്ടോ. എൻ്റെ പൊന്നെ, ആ പാട്ട് കേട്ടിട്ട് ഭയങ്കര സന്തോഷം അവന്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് റോസയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ ശരിക്കും അത് കേട്ട് പ്രതികരിക്കണ പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നല്ല നല്ല പാട്ടുകൾ റോസയുടെ ചാനലിലുണ്ട് കേട്ടോ. റോസ് അമൽ ആലപ്പാട്ട് എന്നാണ് ചാനലിൻ്റെ പേര്. പാട്ടുകൾ മാത്രം, കാരണം അതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പാട്ടുകൾ ഈ കോപ്പിറൈറ്റ് വരുന്ന കാരണം ഒന്നും പറ്റില്ല. എന്നാലും അവളുടെ ആ ഒരു ഇഷ്ടം കൊണ്ട് അവളതിൽ പാട്ടുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ആ ചാനൽ കേട്ടോ. അങ്ങനെ തുണികളൊക്കെ ഞാൻ എടുത്തു കൊണ്ടുവന്ന് ഇപ്പോൾ തേക്കണ മേശ ഫ്രീ ആയ കാരണം ഞാൻ പണ്ടും ഇങ്ങനെയായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് തുണികളിട്ട് ഇവിടെ തന്നെ മടക്കി വെക്കും. എന്നിട്ട് പിന്നെ അതാത് റൂമുകളിലേക്ക് കൊണ്ട് വെക്കാറ പതിവ്. പിന്നെ ഈ തേക്കണ മേശമ അതും ഇതൊക്കെ വന്ന് ചേർന്നപ്പോൾ പിന്നെ നമുക്ക് എൻ്റെ ആ ശീലം മാറി കട്ടുമ്പോൾ കൊണ്ടിടലായി. ഇപ്പം വീണ്ടും തിരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഡിംപിളും മോനും തിരിച്ച് എത്തി. അപ്പോൾ ഈ വരനോട് കൂടിയിട്ട് തയ്ക്കണോടത്തൊക്കെ ഒന്ന് എന്തായി ഓക്കെ ആയില്ലേന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ രാത്രി പോകണമെന്ന് വിചാരിച്ചിട്ട്, ഇന്ന് വൈകിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് പൊന്നും എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചത്.
പക്ഷേ പോകാൻ പറ്റിയില്ല. കാരണം സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുമ്പോൾ കുറേ ലേറ്റായി. പിന്നെ ആ രാത്രി നേരത്തെ ഡാഡിക്ക് കൊണ്ടുപോകാൻ ആദ്യം ഹരിഹരൻ ചേട്ടനെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ ലേറ്റായപ്പോൾ പിന്നെ രാവിലെ ഡാഡി കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞു. കാരണം അവൾക്ക് എല്ലാ ഡ്രസ്സും സെറ്റ് ചെയ്ത് വെക്കണ്ടേ. ഫുൾ ടൈം ഇന്നലെ കുട്ടി പറഞ്ഞ പോലെ 5 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു കാര്യമേ നടക്കണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരാഴ്ച അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും യാത്രയായിരുന്നു ഡാഡിക്കും മോൾക്കും പാച്ചുവിനും കേട്ടോ. ഞാൻ അങ്ങനെ അധികം പോയിട്ടൊന്നുമില്ല. ഞാൻ ഇടയ്ക്കും തലയ്ക്കും ഓരോ പ്രാവശ്യം പോകുന്നല്ലാണ്ട് ഞാനങ്ങനെ അധികം ഇവരുടെ കൂടെ പോയി. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഞാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതേ ഊണൊക്കെ കഴിഞ്ഞ് നിന്നപ്പോൾ അവിടെ നിന്ന് പോയി വന്നതിന് ശേഷം കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ബോർഡും എഴുതുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ABCD കാണിക്കുക, വരയ്ക്കുക, മായ്ക്കുക, അതൊക്കെയാണ്. അപ്പം നിങ്ങൾ ഈ ചുമര് കാണുമ്പോൾ ഇവിടെ ഈ തുമ്പ് പൊട്ടിയത് കുട്ടികൾ ചെയ്തതാണെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല കേട്ടോ. ഇത് നമ്മളുടെ വലിയ ഫ്രിഡ്ജ് കയറ്റാനായിട്ടൊരു 4 വർഷം മുമ്പ്, അതായത് ഇപ്പോൾ 4 വർഷം 4-ാമത്തെയാണോ 5-ാമത്തെയാണോ വർഷം തികയാണ് നമ്മുടെ വലിയ ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ 5ആവും. കാരണം കല്യാണത്തിൻ്റെ മുമ്പ് ഡോണ്ടിൻ്റെയും ഡിവൈൻ്റെയും കല്യാണത്തിന് മുമ്പ് അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇത് പൊട്ടിയതാണ് കേട്ടോ. അതുണ്ട്. അപ്പോൾ കുറേ പേരുടെ വിചാരം കുട്ടികൾ വണ്ടി ഇടിച്ച് പൊട്ടിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെയല്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പാദസരമാണ് കേട്ടോ. ക്രിസ്റ്റലിൻ്റെ പാദസരമാണ്. 2 പാറ്റേണാണ്. ഒന്ന് ഫുൾ ലവും ഒന്ന് വട്ടനയുള്ളതും. അപ്പോൾ ഞാനിതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാർട്ടിക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ വേറൊരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ഇതിൽ വന്ന് പെട്ടതാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. പക്ഷെ അത് എങ്ങനെയോ ഇതിൽ വന്ന് പെട്ടു. അപ്പോൾ ഇത് മൊത്തം നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു പാറ്റേണാണ് ഈ ബോളിൻ്റെ മാല. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഷോപ്പുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെൻഡ് ചെയ്യാൻ വെച്ചേക്കാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോക്ക് നാളെയോ മറ്റന്നാളോ വരും. അപ്പോൾ ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ഒന്നുമില്ല, നല്ല ഭംഗിയുള്ള ബോൾസാണ്. അതുമേ റൂബി സ്റ്റോൺസ് ആയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വകത കട്ട്ലറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മുടെ ബിരിയാണി കൊണ്ടുവന്നതുണ്ടായിരുന്നു. അക്കീലോടത്തെ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കടലക്കൂട്ടാൻ ഞാൻ തിളപ്പിച്ച് വെച്ചത്, പാലൊഴിച്ച വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ നല്ലോണം തിളപ്പിച്ച് വെച്ച് പുട്ടിൻ്റെ കടലക്കറി രാവിലത്തെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് കീമ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മറ്റേ ബ്രെഡിലോ അല്ലെങ്കിൽ ചപ്പാത്തിയിലോ ഒക്കെ വെച്ചിട്ട് റോൾസ് ഉണ്ടാക്കാൻ പറ്റും. സമോസ ഉണ്ടെങ്കിൽ സമോസയുടെ ഷീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് കുഴച്ചുണ്ടാക്കാം, എങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ തോമു മറ്റേ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ അതൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡിമ്പിളിൻ്റെ കൂടെ ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിമ്പിളിന് ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇട്ട് നോക്കേണ്ടി വരും. പാച്ചുവിനായാലും ഒക്കെ ഇട്ട് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കൂടി കൂടെ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം അവനെ ആക്ഷൻ സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് കേൾപ്പിച്ച് കൊടുക്കാനും കാണിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ അതനുസരിച്ച് ഡിവൈൻ ആൻറ്റിയുടെ അതെ അമ്മയുടെ അതെ ട്രെയിനിങ്ങാണ്. ഭയങ്കര സ്പീഡായിട്ടാണ് കേട്ടോ അവൻ്റെ മാറ്റങ്ങൾ. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇടയിൽ ഈ കല്യാണങ്ങളും കാര്യങ്ങളും ഉള്ള കാരണം അത് ബ്രേക്ക് ആവുമോ എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ മാക്സിമം ദിവസങ്ങളിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മറ്റേ അവിടേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുങ്കുന്ത എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മൾ. ബൊട്ടിക്കിലാണ് ഡിമ്പിളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, നാളെ ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ ഓക്കെ ആയി. കുറേ 3-4 ബ്ലൗസുകളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. നല്ല പെരുമാറ്റവും നല്ല എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് ആവണ വരെ അവർ നമ്മളെ കൊണ്ട് ട്രയൽ ചെയ്ത് എല്ലാതും പെർഫെക്റ്റ് ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. നല്ല ഒരു പെരുമാറ്റമാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആ കവറിന്മേൽ ഞാൻ ലാസ്റ്റിൽ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പലരും എന്നോട് ചോദിച്ചു ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലമാണെന്ന്. അപ്പോൾ ഞാൻ കറക്റ്റ് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഹൈ റോഡിൽ കേരള ടോയ്സ്, നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ സ്ഥിരം പോകുന്നത് ഒരു മായാലോകം തന്നെയാണ് ടോയ്സിൻ്റെ. എനിക്ക് തോന്നുന്നു ഒരു 20 രൂപ തൊട്ടൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഇപ്പോൾ ഒരു വയസ്സിൻ്റെ നമ്മൾ പറഞ്ഞാൽ മതി, ഇത്ര വയസ്സിൽ ഉള്ള കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ കുർബാന എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ടോയ്സ് വരും, ബർത്ത്ഡേ ഗിഫ്റ്റുകൾ. പിന്നെ അതാത് ഇപ്പോൾ നവംബർ 14 ആണെങ്കിൽ ചാച്ചാജിയുടെ ഡ്രസ്സ്, എല്ലാതും ഓണത്തിൻ്റെ സമയത്താണെങ്കിൽ അതിൻ്റെ ഡ്രസ്സുകൾ, ഈ കുട്ടികൾക്ക് ഈ സ്കൂളിൽ സംബന്ധമായ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ആക്ടിവിറ്റീസിനുള്ള എല്ലാതും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും 3 ഫ്ലോറാണ്.
ഇത് സെക്കൻഡ് ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് വലിയ വലിയ വണ്ടികളല്ല മറ്റ് സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ തോമുവിൻ്റെ ബർത്ത്ഡേ ആണ് 21ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സാധനം ഡിംപിൾ വാങ്ങിയതാണ്. നമ്മുടെ ബോർഡ്, പാച്ചുവിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, ആ റൈറ്റിംഗ് ബോർഡും പിന്നെ ഒരു വലിയ വണ്ടി. അവന് വണ്ടിയില്ലാത്ത കച്ചവടമില്ല. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ അവിടെ നിന്ന് കിടക്കുമ്പോഴാണ് അശ്വതി ചിപ്സി കരുത്. കാരണം നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അശ്വതി ചിപ്സിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ നല്ല ഫ്രീ ഒഴിവായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറി. അപ്പോൾ അവിടെ നിന്ന് ഡിംപിളും ഡാഡിയും മിളക് ബജി കഴിച്ചു. ഞാനും ഇവിടെ വണ്ടിയിൽ ഞാനും പാച്ചും കൂടി ഇരുന്നുള്ളൂ. പാച്ചുവിന് ചായ വേണമെന്ന് പറഞ്ഞു, എന്നാലും കൊടുക്കാനൊന്നും പറ്റിയില്ല, കാരണം മേത്തൊക്കെ പോവുമല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ വി കെയറിലേക്ക് വന്നു. അപ്പോൾ വി കെയറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കുറേ മെഡിസിൻസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഡാഡിക്കും പിന്നെ ഡിംപിളിനും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ആദ്യം പാച്ചു ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ പോയിട്ട് ഈ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു മിഠായി എടുക്കും. അത് കാണാൻ രസമാട്ടോ, ഏറ്റവും ചെറുതാവും ചിലപ്പോൾ എടുക്കുക. എന്നിട്ട് അത് നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകും മൂപ്പരെ. എന്നിട്ട് അത് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ വിചാരം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നേരെ കവറിൽ വന്ന് അവിടെ വരുന്നതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കാത്തു നിന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോരും. അല്ലാണ്ട് അങ്ങനെ അതെന്നെ വേണമെന്നുള്ള വാശിയോ കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ നിങ്ങൾ ടോയ് ഷോപ്പിൽ പോയപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇന്നത് വേണമെന്നുള്ള യാതൊരു വാശിയും അവനില്ല. നമ്മൾ പറയണം അത് നാളെ വാങ്ങിക്കുക അല്ലെങ്കിൽ വേറെ വല്ലതും പറഞ്ഞ് അവന് ഒന്നും പറയില്ല കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ബിസ്മിയിൽ കയറി വൈകിട്ട് കുട്ടികൾക്ക് തിന്നാനുള്ള നല്ല സമോസ വാങ്ങി. പിന്നെ നാളേക്കുള്ള ഭട്ടൂര വാങ്ങി. അപ്പോൾ കടലക്കറി നിങ്ങൾ കണ്ടില്ല, ഓൾറെഡി ഒരു പാത്രം നിറച്ച് കടലക്കറി ബാക്കിയായി. കാരണം ഡോൺ രാവിലെ ബ്രെഡും എന്തോ കഴിച്ചിട്ട് പോയി. അങ്ങനെ ഡിംപിൾ കഴിക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ 11:15 സാധാരണ പോകേണ്ടി വരാറ്. ഇന്ന് 10:30 ഡോക്ടർ ചെല്ലാൻ പറഞ്ഞപ്പോൾ അവിടേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടറല്ല കേട്ടോ, തെറ്റി പറഞ്ഞതാട്ടോ. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കി കടലക്കറി അങ്ങനെ തന്നെ ബാക്കി. അപ്പോൾ നാളേക്ക് ഞാൻ വിചാരിച്ചു ഭട്ടൂരി ആകുമ്പോൾ ഭട്ടൂരി ചണയാണ് ശരിക്കും വേണ്ടത്, പക്ഷേ ഇത് നല്ല കറിയാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് അത് കഴിഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഡിംപിളിനെയും കൊണ്ട് നാളെ നല്ലോണം രാവിലെ ഡാഡിക്ക് പോകണം. എന്നാലും എങ്ങനെയാണ് വരണേ വെച്ചാൽ അങ്ങനെ ആവട്ടെ വെച്ചിട്ട് ഞാൻ എന്തായാലും ഭട്ടൂര വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ ഷാഡോസിലേക്ക് ഡാഡി പോയിട്ട് സ്റ്റിച്ച് ചെയ്തത് വാങ്ങിച്ചു. പിങ്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തത് പാച്ചുവിൻ്റെ മൊത്തം പിങ്കിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അവർ ഡിവൈൻ ഡേയിൽ കൊണ്ടു കൊടുത്തു. ഞങ്ങൾ കുകുന്തയിൽ നിന്ന് അവിടെ നിന്ന് എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഒരുവിധം എല്ലാം സെറ്റായി. പക്ഷേ എത്തുമ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ കയറുമ്പോൾ തോമുന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വണ്ടി. അവിടെ നിന്ന് ഇതേ വണ്ടി കാണിച്ചു കൊടുത്തു, മറ്റേ ബോർഡ് കാണിച്ചു കൊടുത്തു. ബോർഡപ്പോൾ ഡോൺ വേഗം കൊണ്ട് എടുത്തു വെച്ചു, ബർത്ത്ഡേയുടെ അന്ന് കൊടുക്കാൻ മമ്മിയെന്ന് പറഞ്ഞിട്ട്. കാരണം അവനതിന് തുറന്ന് ആകെ കുറേ പീസുകളായിട്ട് അത് ജോയിൻ ചെയ്തിട്ട് വേണം. അപ്പോൾ അത് അന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് മാറ്റി വെച്ചു. ഇപ്പോൾ പാച്ചുവിന് ഇതേ ഓരോ ഡ്രസ്സും ട്രയൽ ചെയ്ത് നോക്കുകയാണ് കേട്ടോ, എങ്ങനെയുണ്ട് ഏതുണ്ടെന്ന്. അപ്പോൾ ആ സമയം ഞങ്ങൾ വരുമ്പോഴേക്കും ഓൾറെഡി ഡിവൈൻ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി ഞങ്ങൾ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നു. നാളേക്കുള്ള ഞാൻ പറഞ്ഞല്ലോ ഭട്ടൂരിയും വാങ്ങിയിട്ട് വന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞാൾക്ക് ചാക്കോച്ചന് ഒരു കുഞ്ഞെ കിലുക്കം മാത്രമാണ് വാങ്ങിയത്. അവന് പറ്റിയ സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ പാച്ചു അവിടെ വണ്ടി കൊണ്ടുവന്ന കവറ് തലയിലിട്ടിട്ട് ഓടി നടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അതാ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ കുടമ്പുളി ഇട്ട് വെച്ചത്. ഇതേ കടലക്കറി. ചോറ് ഞാൻ പറഞ്ഞില്ല ഉച്ചയിലത്തെ അങ്ങനെ തന്നെയാണ്. ബിരിയാണി കഴിച്ച കാരണം ചോറ് ഒരൊറ്റ ആൾ തൊട്ടില്ല. ചപ്പാത്തിയും പിന്നെ നമ്മുടെ ഭട്ടൂരിയും നാളെ ഉണ്ടാക്കാനുള്ളത്. ഇത് വെണ്ടക്കായി ഉണ്ടായിരുന്നത് ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയറും അന്നത്തെ ഉണ്ടായിരുന്നു, അതും കുറച്ച് എടുത്ത് വെച്ച് തോരൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പാച്ചുവിൻ്റെ 1-2 ഡ്രസ്സ് അയൺ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അപ്പാപ്പൻ അതൊക്കെ അയൺ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഷൂട്ട് ചെയ്യുക. ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. ഞാൻ മിക്കവാറും ഒറ്റയ്ക്കാണ് വോയിസ് ഓവർ കൊടുക്കുന്ന സംഭവങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ലല്ലോ. കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്തതിന് ശേഷം ഡിവൈൻ മിക്കവാറും വോയിസ് ഓവറാവും കൊടുക്കുക. ഡിംപിളിന് അങ്ങനെ അങ്ങോട്ട് എക്സ്പീരിയൻസ് ആയി വരണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഡിംപിളിനുള്ളത് ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുത്തു. ഡിവൈനുള്ളത് രാത്രി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ കുട്ടിപ്പട്ടാളങ്ങളെയും ഓടിച്ചു. അപ്പാപ്പൻ്റെ കൂടെ പാച്ചുവിനെ വിട്ടു, ഡോണിൻ്റെ കൂടെ മറ്റേ തോമൂനെയും ചാക്കോച്ചനെയും വിട്ടു. 11:15 അപ്പോൾ അത് കഴിഞ്ഞ്
ഞങ്ങൾക്ക് എനിക്കും ഡിമ്പിളിനും റൂമിലേക്കുള്ള ഒരു ബോട്ടിൽ വെള്ളമാണ് കേട്ടോ. എപ്പോഴും ഞാനൊരു ബോട്ടിൽ വെള്ളം വയ്ക്കും. പിന്നെ ഈ വെക്കിനോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഗുളികകൾ കഴിക്കുക. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതേ വീടൊക്കെ ആകെ അലങ്കോലപ്പെട്ട കിടക്കണേ. പക്ഷേ എന്നാലും സാരമില്ല എന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ് കുങ്കുന്ത എന്നാണ് അതിൻ്റെ പേരിട്ട്. എനിക്ക് എന്തോ പെട്ടെന്ന് എൻ്റെ വായിൽ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല പെരുമാറ്റവും നല്ല കൃത്യ സമയത്ത് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ സാധനം തന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പേളിൻ്റെ കൊന്തയാണ്. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഡയമണ്ട് ഫിനിഷുള്ള ക്ലിപ്പ് ബാംഗിൾസിൻ്റെ പുതിയ ഡിസൈൻസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റൂബി ഉണ്ടോയെന്ന്. അപ്പോൾ ചില ഡിസൈൻസ് സെയിം റൂബി വരുന്നുണ്ട്, പക്ഷേ ചിലതിൻ്റെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫോൾഡർ മൊത്തം അങ്ങോട്ട് അയച്ചു തരുകയാണ് ചെയ്യുക. പക്ഷേ ആ ഫോൾഡറിൽ നിങ്ങൾ 10 എണ്ണം നോക്കുമ്പോൾ അതിൽ 2 എണ്ണം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ വീഡിയോ ഇടാൻ വിഷമമാണ്. പക്ഷേ കുറേ പേര് പറഞ്ഞു ആൻറ്റി ഈ ചാനലിൽ കൂടെ ഞങ്ങൾക്ക് ഓർണമെൻറ്റ്സ് കാണിച്ച് തായോ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഡിസൈൻസ് അല്ല വേറെ ഡിസൈനാവും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആ ഡിസൈൻ അപ്പോൾ കണ്ട വഴിക്ക് ചോദിച്ചാൽ ചിലപ്പോൾ അതുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് പുതിയ കളക്ഷൻസ്. നല്ല ഭംഗി. ഇതിൻ്റെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ തന്നെ മാലയും പിന്നെ നമ്മളുടെ ലോക്കറ്റും കമ്മലും വള മോതിരം ഒക്കെ ഉണ്ട്. ആ ഒരു വളയുടെ പാറ്റേൺ കേട്ടോ. ആ ഡംബൽസ് എന്നാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ ഡംബൽസിൻ്റെ ഇത് 2 കുഞ്ഞ് വള വന്നിട്ടുള്ളതാണ് ക്ലിപ്പിൻ്റെ. ഇതങ്ങനെ അധികം കൊച്ചു വരാറില്ല. ഇപ്രാവശ്യം വന്നിട്ടുള്ളതാണ് കൊച്ചു സൈസ്. മറ്റേതൊക്കെ ഫ്രീ സൈസാണ് വരാറ്. ഇത് മാത്രം ആദ്യമായിട്ട് ചെറിയൊരു സൈസ് ഈ 4 എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം, മുമ്പത്തെ പാറ്റേൺസാണ്. അതെങ്ങനെയൊക്കെയോ ഒതുക്കുമ്പോൾ കയറി വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 2 വട്ടം വന്നിട്ട് തോന്നുന്നു ഫോട്ടോസൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാലോ എനിക്ക് പ്രായമായില്ലേ, ഞാൻ ചില സമയത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ നാളെ ഡിമ്പിളിന് ഇടാൻ വേണ്ടിയിട്ട്, നാളെ അല്ല ഏതോ ഒരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഡിമ്പിളിന് നവരത്നത്തിൻ്റെ ലോങ് ചെയിനാണ് നോക്കിയപ്പോൾ ലോങ് ചെയിൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയ മാലയമ്മ മറ്റേ ബാക്ക് ചെയിനൊക്കെ ഇട്ട് ഡാഡി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മളുടെ കൊച്ചു കുട്ടികളുടെ ജിംക്കിയാണ്. അപ്പോൾ 1-2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിംക്കി. അപ്പോൾ ഇത് നാത്തൂനും പരസ്പരം ഷൂട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒത്തൊരുമയും സ്നേഹവും എന്നും ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അപ്പോൾ പൊന്നു നാളെ രാവിലെ തന്നെ പോകും. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന അനുഗ്രഹവും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഞാൻ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ കുറേ പേര് പറഞ്ഞു കേട്ടോ, മറ്റേ സാരി കേന്ദ്രയിൽ പോയി എന്നും സാധനങ്ങൾ എടുത്തു എന്നും പിന്നെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ കാര്യവും എൻ്റെ പാദസരത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞു. എല്ലാവരോടും എന്താ പറയുക, ഇനി ബാക്കി വിശേഷം നമുക്ക് നാളെ പറയാം.